കഴിഞ്ഞ കുറേ ദിവസങ്ങളായി PM ശ്രീ പദ്ധതി ഒരു വലിയ ചർച്ചാ വിഷയമാണ്. നമ്മുടെ കുട്ടികളുടെ ഭാവി ഭദ്രമാക്കേണ്ട ഒരു പദ്ധതി സർക്കാർ പരിഗണിച്ചു എന്ന് വരുത്തുന്നു. അതിന് പിന്നാലെ CPI കൊണ്ട് എതിരഭിപ്രായം പ്രകടിപ്പിക്കുന്നു. അങ്ങനെ ഒരു രാഷ്ട്രീയ നാടകം കഴിഞ്ഞ കുറച്ച് ദിവസമായി ഇവിടെ സജീവമാണ്. കുട്ടികളുടെ ഭാവിയാണ് ഇവിടെ തട്ടിക്കളിക്കപ്പെടുന്നത്. ഇടതു സർക്കാരിൻ്റെ രാഷ്ട്രീയ നാടകം ഇപ്പോഴും തുടരുന്നു. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കില്ലെന്ന് സൂചന CPI. ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ഒത്തുകളി. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ PM ശ്രീയും CPI CPM തർക്കവും വിവാദമാക്കി നിർത്തുകയാണ് ലക്ഷ്യം. വിവരങ്ങളുമായി MS വീണ ഒപ്പം ചേരുന്നു. വീണ, ഒരുപക്ഷെ ഇത് നാടകത്തിൻ്റെ 4ാം ദിവസമാണ്. അതായത് ബിനോയ് വിശ്വം ഒന്നും തുറന്നു പറയുന്നില്ല. പുറത്ത് ചിരിയാണ്, ലാൽസലാം പറച്ചിലാണ്, അകത്ത് തർക്കമുണ്ടെന്ന് വരുത്തലാണ്, അല്ലേ? അതെ കൃഷ്ണരാജ്, ഗുഡ് മോർണിംഗ് കൃഷ്ണരാജ്. ഇന്ന് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് 4ാം ദിവസമാണ്. ആ രാഷ്ട്രീയ ഒത്തുകളി നാടകം ഇപ്പോഴും തുടരുകയാണ്. സംസ്ഥാനത്തടക്കം കുട്ടികൾക്ക് ഏറെ പ്രയോജനപ്രദമാകേണ്ട ഒരു ഗുണം ലഭിക്കേണ്ട ഒരു പദ്ധതിയാണ് PM ശ്രീ പദ്ധതി. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലടക്കം ഇതിനോടകം ആ പദ്ധതി നടപ്പാക്കി വിജയകരമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ കേരളം ഇത്രയും നാളും മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത്. വൈകി വന്ന വിവേകത്തിന്റെ അടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പാക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയെന്ന് അടക്കം പറയുമ്പോഴും ഒപ്പിട്ട നടപടികളിലേക്ക് സർക്കാർ കടക്കുമ്പോഴും CPIയും CPMും തമ്മിലുള്ള രാഷ്ട്രീയ നാടകത്തിന്റെ ഒത്തുകളിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പല വിമർശനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിക്കുന്നതല്ലാതെ കൃത്യമായിട്ടൊരു നിലപാട് രണ്ടുപേരും പറയുന്നില്ല. അതായത് CPMും പറയുന്നില്ല, CPIയും പറയുന്നില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വാക്പോരുകൾ നടക്കുമ്പോഴും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുന്നതല്ലാതെ കടുത്ത നിലപാടുകളിലേക്ക് പോകുന്നില്ല. അതിലേറ്റവും എടുത്തു പറയേണ്ട കാര്യം ശബരിമല സ്വർണ്ണക്കവർച്ചാ വിഷയമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിലടക്കം വലിയ തരത്തിൽ ചർച്ചയായ വിഷയമാണ്. സാധാരണക്കാരെ അടക്കം മനസ്സ് പിടിച്ചുലച്ച സംഭവം കൂടിയാണ്. ഭക്തരെ അടക്കം അത് മനോവിഷമത്തിലാക്കി. ഹൈന്ദവ സംഘടനകളടക്കം വലിയ പ്രതിഷേധങ്ങളിലേക്ക് കടന്നു. BJP അടക്കം വലിയ പ്രക്ഷോഭങ്ങളടക്കം നടത്തി. സെക്രട്ടേറിയറ്റ് വളയിൽ അടക്കമുള്ള സമര പരിപാടികൾ ശക്തമാക്കുകയും ചെയ്തു. ഇത് സർക്കാരിനെ അടക്കം പ്രതിസന്ധിയിലാക്കുകയും സർക്കാരിൻ്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുകയും ചെയ്ത സാഹചര്യമാണ്. ഈ ഒരു ഘട്ടത്തിലാണ് CPIയും CPMും ചേർന്ന് ഇത്തരത്തിലുള്ള ഒത്തുകളി രാഷ്ട്രീയത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും എടുത്തു പറയാനുള്ള കാര്യം, തദ്ദേശ തിരഞ്ഞെടുപ്പിന് ഇനി വളരെ കുറച്ച് നാളുകൾ മാത്രമേ ഉള്ളൂ. ഇത്തരത്തിലുള്ള മുന്നണികൾ തമ്മിലുള്ള പോര്, ഇത്തരത്തിലുള്ള അഭിപ്രായ ഭിന്നത, ഇത്തരത്തിലുള്ള ഇക്കാര്യങ്ങളൊക്കെ വാർത്തകളിൽ നിറയുമ്പോൾ അത് മുന്നണിയെ കാര്യമായി ബാധിക്കും. അത് വോട്ടിനെ അടക്കം കാര്യമായി ബാധിക്കുമെന്ന് ആരെക്കാളും നന്നായിട്ട് തിരിച്ചറിയാവുന്നത് CPIക്കും CPMനുമാണ്. എന്നാൽ അത്തരത്തിലുള്ള ചിന്തകളൊന്നും, ആ ബോധ്യമുണ്ടെങ്കിൽ പോലും അത് മനഃപൂർവ്വം ആ ബോധ്യങ്ങളെയൊക്കെ മറച്ചു പിടിച്ചുകൊണ്ട് ശബരിമല സ്വർണ്ണക്കവർച്ച വിഷയം മറച്ചു പിടിക്കുന്നതിനായിട്ടാണ് ഇത്തരത്തിലുള്ള ഒത്തുകളി രാഷ്ട്രീയം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഒത്തുകളി രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്ന് നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കില്ല എന്നുള്ളൊരു നിലപാട് അറിയിച്ചിരിക്കുന്നത്. കൃഷ്ണരാജ്, അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട, അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയുള്ളത്, ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായിട്ട് ഒരു നിലപാട് ബിനോയ് വിശ്വം ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഈ നിമിഷമടക്കം ജനം TV അടക്കമുള്ള മാധ്യമങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം തേടുന്ന ഒരു ഘട്ടം കൂടിയാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായൊരു വ്യക്തത വരുത്താൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. കഴിഞ്ഞ ദിവസം അടക്കം ഈ ഓൺലൈനായിട്ട് അവൈലബിൾ യോഗം നടന്നിരുന്നു MN സ്മാരകത്തിൽ. ആ യോഗം കഴിഞ്ഞ് മടങ്ങവേ ജനം TV അടക്കമുള്ള മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ലാൽസലാം എന്നുള്ള 2 വാക്ക് മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിലും ഒപ്പം തന്നെ മുഖഭാവത്തിലുമൊക്കെ പുഞ്ചിരിച്ചുകൊണ്ട് കടന്നു പോകുന്ന അദ്ദേഹത്തെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇത്തരത്തിലൊരു ഉറച്ച നിലപാട് എടുക്കുകയാണെങ്കിൽ, അതല്ല ഇത്തരത്തിൽ വാക്പോരുകൾ നിൽക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് ആ നിലപാട് തുറന്നു പറയുവാനുള്ളൊരു ആർജവം കാണിക്കുന്നില്ല എന്നടക്കമുള്ള വിമർശനം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് എടുത്തു വായിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുതന്നെയാണ്. ശബരിമല സ്വർണ്ണക്കവർച്ചാ വിഷയത്തിൽ മുന്നണിക്ക് ഇടതുപക്ഷ സർക്കാരിന് കടുത്ത പ്രതിസന്ധി നേരിടേണ്ടി വന്നു. ഒപ്പം തന്നെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. അത് സർക്കാരിൻ്റെ പ്രതിച്ഛായയ്ക്ക് ഒപ്പം തന്നെ ദേവസ്വം ബോർഡിനെയും അതുപോലെ തന്നെ ദേവസ്വം വകുപ്പ് മന്ത്രിയെയും മുഖ്യമന്ത്രിയൊക്കെ അടക്കം പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് SITയുടെ അന്വേഷണം പുരോഗമിക്കുന്നു. ഉന്നതരിലേക്കടക്കം അന്വേഷണം പോകുന്ന ഒരു ഘട്ടം കൂടിയുണ്ട്. ഈ ഒരു ഘട്ടത്തിലൊക്കെ ഏറ്റവും എടുത്തു പറയേണ്ട, ഏറ്റവും പ്രാധാന്യം അർഹിക്കേണ്ട കാര്യം, മുഖ്യമന്ത്രി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ആ പ്രതികരണം വൈകുന്നതും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു മൗനം തുടരുമ്പോൾ അതിൽ ഉത്തരം പറയുവാൻ ഹൈന്ദവ സംഘടനകളടക്കം പ്രതിഷേധം നടത്തുമ്പോൾ അതിൽ ഉത്തരം പറയുവാനുള്ള ബാധ്യസ്ഥത മുഖ്യമന്ത്രിക്കുണ്ട്. ഈ മൗനം മന്ത്രി രാജനോടോ P പ്രസാദിനോടോ ഒക്കെ ചോദിച്ചാൽ, അല്ലെങ്കിൽ GR അനിലിനോട് ചോദിച്ചാൽ എല്ലാം സെക്രട്ടറി പറയും എന്നാണ് അവർ പറയാറ്. അതേസമയം സെക്രട്ടറി ഒട്ട് മിണ്ടുന്നുമില്ല. അപ്പോൾ അതുതന്നെ ഒരു ഒത്തുകളിയുടെ വ്യക്തമായ സൂചനയാണ്.
അത് തന്നെയാണ് കൃഷ്ണരാജ്. മന്ത്രിമാരടക്കം 4 മന്ത്രിമാരുണ്ട്. 4 മന്ത്രിമാരോടും പലതവണ പ്രതികരണങ്ങൾ ചോദിക്കുമ്പോൾ അന്തിമ തീരുമാനം എടുക്കുന്നത് സംസ്ഥാന സെക്രട്ടറിയാകും എന്ന് പറയുന്നുണ്ട്. സംസ്ഥാന സെക്രട്ടറി ആകട്ടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു വാർത്താ സമ്മേളനം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടത്തിയിരുന്ന വാർത്താ സമ്മേളനങ്ങളടക്കം ആദ്യം ചില നിലപാടുകൾ കടുപ്പിച്ച് പറയുന്നതല്ലാതെ മറ്റു കാര്യങ്ങളിലൊക്കെ അന്തിമ ഒരു തീരുമാനം പറയുന്നില്ല, അല്ലെങ്കിൽ CPIയുടെ നിലപാട് എന്താണെന്നുള്ളതിലേക്ക് എത്തുന്നില്ല. കഴിഞ്ഞ ദിവസമടക്കം ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുമ്പോൾ ലാൽ സലാം പോലുള്ള വാക്കുകൾ പറഞ്ഞ് ഒഴിയുന്നതാണ് നമ്മൾ കണ്ടത്. എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള വിഷയങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും ഉദാഹരണം തന്നെയാണ് ഒത്തുകളി രാഷ്ട്രീയ നാടകത്തിൻ്റെ ഭാഗമാണ് ഈ 4-ാം ദിവസത്തെ ഒരു നാടകത്തിൻ്റെ ആ ഒരു ഭാഗങ്ങൾ ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ തന്നെയാണ് ആ ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായി തന്നെയാണ്, ആ ഒത്തുകളി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി തന്നെയാണ് നിലപാടുകൾ തുറന്നു പറയാതെയും അങ്ങോട്ടും ഇങ്ങോട്ടും. അല്പസമയങ്ങൾക്ക് മുമ്പ് MV ഗോവിന്ദൻ്റെ ഒരു പ്രതികരണം തേടിയിരുന്നു, എന്നാൽ അദ്ദേഹവും പ്രതികരിച്ചിട്ടില്ല എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൃത്യമായ നിലപാട് പറയുമ്പോൾ ഈ ശബരിമല സ്വർണ്ണക്കവർച്ച അടക്കമുള്ള വിഷയങ്ങൾ വാർത്തകളിൽ ഇടം പിടിക്കാതെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾക്ക് PM ശ്രീ പദ്ധതിയിലടക്കം സർക്കാർ, അതായത് ഈ 2 മുന്നണികളും തമ്മിലുള്ള തർക്കങ്ങളിലേക്ക് വാർത്തകളുടെ പ്രാധാന്യം ചെന്നെത്തുക എന്നുള്ള ബോധപൂർവമായ ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നത്. പരസ്പരം പഴിചാരിക്കൊണ്ട് ശബരിമല സ്വർണ്ണക്കവർച്ച വിഷയത്തിൽ നിന്ന് തടിയൂരുക എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഇന്ന് നടക്കുന്ന ഈ ഒരു വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നാണ് ക്യാബിനറ്റ് യോഗം നടക്കുക. ഇന്ന് വൈകിട്ട് 3:30-ക്കാണ് ക്യാബിനറ്റ് യോഗം നടക്കുക. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില സമവായ ചർച്ചകൾക്കുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന് പാർട്ടിയുടെ ഒരു ഭാഗത്തു നിന്നുള്ള ചില സൂചനകളും വിവരങ്ങളും പുറത്തു വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളും പുറത്തു വരുന്നില്ല. ഇത്തരത്തിൽ ഇന്നലെ മറ്റൊരു നാടകം നടന്നുവല്ലോ, അതായത് ഭക്ഷ്യമന്ത്രി വിളിച്ച യോഗത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നില്ല, ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോവുകയാണ്. അപ്പോൾ അതും ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്, സമവായം എന്നൊന്നില്ല എന്ന് കാണിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണോ? ഇനി മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുത്തേക്കില്ല എന്ന് നമ്മൾ വാർത്ത കൊടുക്കുകയും അവസാന നിമിഷം പങ്കെടുത്ത ശേഷം ഞങ്ങളുടെ അഭിപ്രായം പറയേണ്ട ഇടമല്ലേ അത് എന്ന് ചോദ്യം ഉന്നയിച്ചാലും അത്ഭുതപ്പെടാനില്ല, അല്ലേ? തീർച്ചയായും കൃഷ്ണരാജ്, അത് തന്നെയാണ്. ഇന്നലെ ഇത്തരത്തിലുള്ള നാടകങ്ങൾക്കൊക്കെ കേരളം സാക്ഷ്യം വഹിച്ചതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വിമർശനങ്ങളും ഉയരുമ്പോൾ ഒരു ഭാഗത്ത് മുഖ്യമന്ത്രി പങ്കെടുക്കില്ല എന്ന് പറയുന്നു, മറുഭാഗത്ത് അതിൽ വിയോജിപ്പുണ്ടോ എന്ന് മന്ത്രിയോട് ചോദിക്കുമ്പോൾ മന്ത്രി പ്രതികരണം നടത്താതെ മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം, അതിൽ കൃത്യമായിട്ടുള്ളൊരു മറുപടി പറയാതെ പോകുന്ന ഒരു സാഹചര്യമൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസമടക്കം ഈ ബിനോയ് വിശ്വമടക്കം പ്രതികരിക്കുമ്പോഴുണ്ടാകുന്ന ചില വിമർശനങ്ങൾ നടത്തിയതിനു ശേഷം പൂർണ്ണമായി വിട്ടുനിൽക്കുമോ, മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കുമോ, നിങ്ങൾ നിലപാട് കടുപ്പിക്കുകയാണെങ്കിൽ CPI മന്ത്രിമാർ രാജിവെക്കുമോ എന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഏത് മഞ്ഞാണ് ഉരുകാത്തതെന്നുള്ള ചോദ്യമാണ് മറുചോദ്യമായി ചോദിച്ചത്. ഇത്തരത്തിലുള്ള ഈ ഒരു വിഷയങ്ങളിലടക്കം പ്രതികരണം നടത്തുമ്പോൾ ഒരു ഒത്തുകളിയുടെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളും തെളിവുകളും തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു വശത്ത് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ, അതായത് ഇത്തരത്തിലുള്ള അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കുന്നു എന്ന് വരുത്തി തീർത്ത് മറുഭാഗത്ത് സമവായ ചർച്ചകളിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ അഭിപ്രായം പറയുവാനുള്ള അവകാശമില്ലേ, ഞങ്ങൾ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കേണ്ടതില്ലേ, ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കേണ്ടതില്ലേ എന്നുള്ള ചോദ്യങ്ങളും ഇന്ന് ഒരു പക്ഷേ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുത്ത് അത്തരത്തിലുള്ള നിലപാടുകൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചാലും അതിൽ അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ്. കൃത്യമായ ഒരു സ്ക്രിപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ കൃത്യമായ ഒരു പ്ലാൻ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കും ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക്, ഇത്തരത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് CPI മന്ത്രിമാരും CPM ഒക്കെ കടക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. ആ ഒരു കാര്യങ്ങളിലേക്ക് ഇനി അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചാലും നമുക്ക് അത്ഭുതപ്പെടേണ്ടി വരില്ല എന്നുള്ളതാണ്. കാരണം ഇത്തരത്തിലുള്ള വിഷയങ്ങൾ സജീവമാക്കി നിർത്തി ശബരിമല സ്വർണ്ണക്കവർച്ച വിഷയവുമായി ബന്ധപ്പെട്ട SITയുടെ അന്വേഷണത്തിൽ നിന്ന് സർക്കാരിന് നേരെ വരുന്ന ഇത്തരത്തിലുള്ള ചോദ്യമുനകളിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള അതിൻ്റെ ഒരു പിന്നാമ്പുറ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഈ PM ശ്രീ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഈ തർക്കങ്ങൾ നിലനിൽക്കുന്നു എന്ന് വരുത്തി തീർക്കുവാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ തന്നെയാണ് ഇതിന് പിന്നിൽ നടക്കുന്നത്. സ്വയം പഴിചാരി മുഖം രക്ഷിക്കുക എന്നതിൻ്റെ ഉദാഹരണം കൂടിയാണ് ഈ രാഷ്ട്രകളി, അതായത് ഒത്തുകളി രാഷ്ട്രീയത്തിലൂടെ നമുക്കിപ്പോൾ വായിച്ചെടുക്കാൻ ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, PM ശ്രീ പദ്ധതിയിൽ ഇടതു സർക്കാരിൻ്റെ രാഷ്ട്രീയ നാടകം അങ്ങനെ തുടരുകയാണ്. CPI മന്ത്രിമാർ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കില്ല എന്നറിയുന്നു. പക്ഷേ അതിനു മുമ്പ് എന്തെങ്കിലും ഒക്കെ ഉപാധി വച്ച് പരിഹരിക്കപ്പെടാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാവില്ല. അതായത് ജനത്തിൻ്റെ കണ്ണിൽ പൊടിയിടലാണ് ഇവരുടെ ലക്ഷ്യം. കാരണം ശബരിമല സ്വർണ്ണക്കവർച്ചയൊക്കെ മറച്ചു പിടിക്കണം, നിലവിലെ മറ്റു രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ ഒളിപ്പിക്കണം. അങ്ങനെയെങ്കിൽ ഞങ്ങൾ തമ്മിൽ തർക്കമാണ് എന്ന് വരുത്തി തീർക്കണം. വിവരങ്ങൾ നൽകുകയായിരുന്നു MS വീണ.